please introduce. ആരാണ് പറയാം. അപ്പൊ എനിക്ക് ആതിര അമ്മു എന്ന ഒഫീഷ്യൽ അക്കൗണ്ടിനൊക്കെ കൂടുതൽ അറിയുന്നത് ഒരു ഫ്രീലാൻസ് ആങ്കറിനേക്കാളും ഉപരിയായിട്ട് വളരെ നല്ലൊരു ഡാൻസ്, അതുപോലെ തന്നെ എല്ലാ വീഡിയോസും തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു ഫേസ് ആണ്. പിന്നെ എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്താം. കൂടുതൽ കുറെ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് നമുക്ക് ഇന്റർവ്യൂ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാം ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിലാണ് ഞാൻ നോട്ട് ചെയ്തത്. ഇന്റർവ്യൂ എടുത്ത ആള് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ ഭയങ്കര ഓർമ്മ വന്നു. അന്ന് ഇതേപോലെയാണോ മുടി കിട്ടിയത്? അല്ലല്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ഓർമ്മ വന്നു അന്നത്തെ പോലെ. അറിയില്ല, ഓർമ്മയില്ല. അല്ല, പട്ടുപാവാടയായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. അത് വളരെ എല്ലാ ഇന്റർവ്യൂ മനസ്സിലായിണ്ടാവില്ല എന്താ പറയണേ, ഏത് ഇന്റർവ്യൂവിനെ കുറിച്ചാ പറയുന്നത് സ്റ്റുഡിയോയിൽ ഞങ്ങള് വിളിച്ചു വരുത്തിയിട്ടുള്ള എന്തിനാ അറിയോ? ഞങ്ങൾക്ക് പറഞ്ഞു എങ്ങനെയാണ് ആങ്കർ ചെയ്യുന്നത്. അതെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് എസ് എം ബ്രാൻഡിംഗ് സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്റെ കൂടെ 2 ആങ്കേഴ്സ് ആണ് കൂടെ ഉള്ളത്. ഇതിലൊരു ആങ്കർ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് മുൻപ്, അല്ലെ? അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ എത്തിയിരിക്കുകയാണ് ആ ഒരു ആങ്കറിന്റെ മുന്നിൽ. ഇപ്പൊ വേറൊരു ആങ്കറും ഉണ്ട്, കോ ആങ്കർ. എന്താ പേര്? അല്ല, എനർജറ്റിക് ആയിട്ടുള്ള 2 ആങ്കേഴ്സ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആങ്കറായി പോയി. സോ ആങ്കറിങ് അല്ല എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര ആങ്കറിങ് തന്നെ അത് ചെയ്യണം, അഭിനയിക്കണം അങ്ങനെ ചെയ്യണം, എല്ലാത്തിനും എന്താ വേണ്ടെന്നറിയോ? മെയിൻ ആയിട്ട് വായിലനാവ് വേണം, സാമർത്ഥ്യം വേണം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവസാനമായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തള്ളിക്കളയും. ഒരു പോയിന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എംബ്രാള് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അതിലൊരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ആണ്. അതിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി ടാലന്റ് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പൊ പാവമായി അതെ, നിനക്ക് ഫുൾ ടൈം മൈക്ക് പിടിച്ചാലൊന്നും പറ്റില്ല. അതാ നടുവിൽ ആ ഭാഗത്തായിട്ട് വെച്ചപ്പോ 2 പേരെ സൗണ്ട് കേൾക്കില്ലേ? ഇത് ആഡ് ചെയ്യില്ല, അത് കട്ട് ചെയ്യണം, എഡിറ്റർ കട്ട് ചെയ്യണം. ശരി. അപ്പൊ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഇതില് ഈ പല കാര്യങ്ങളും എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ചെയ്യണം? പല കാര്യങ്ങളും ഭംഗിയുണ്ട്, അതുകൊണ്ട് അത് ഭയങ്കര എനിക്ക് ഞാൻ ചെളികളെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ചിലര് എന്റെ സ്കിറ്റില് നമ്മുടെ സ്കിറ്റ് കണ്ടപ്പോ അതിൽ കുറെ ഭയങ്കര ചെളികൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ അതൊക്കെ ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു അത് പോയപ്പോ അനുഭവം? ഇന്റർവ്യൂ തിരിഞ്ഞു എന്തായിരുന്നു ഞാനും പോയാലോ അങ്ങോട്ടുന്ന്? ആ ശരിക്കും എന്നാ ശരി, പുതിയ ആങ്കർ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അല്ല, അത് മഴവിൽ മനോരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ലാലിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിന്റെ ഫുള്ളായിട്ട് ആളുടെ പേര് ലാലിനാണ് പേര്, ലാൽ പോളി എന്നാണ് പേര്. എങ്ങനെ പരിചയപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞേ അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. ഓക്കെ. അല്ല, അപ്പൊ അതാണ്. അപ്പൊ മഴവിൽ മനോരമയുടെ ഇനീഷ്യേറ്റീവ് തുടക്കം മുതല് നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതില് ഒരു സ്കിറ്റ് ചെയ്യേണ്ടത്, അതിൽ എങ്ങനെയാണ് അതിന്റെ ഡയലോഗ് എങ്ങനെ എഴുതണം, അതിൽ ഏത് വർക്കാവും, അത് ആ ഇനീഷ്യൽ തുടക്കത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ റിസൾട്ട് ആണ് അവിടെ പോയത്. 2 പേരാണ് ചിരിച്ചത്, 15,000 രൂപയാണ് കിട്ടിയത്. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും വലിയൊരു ഒരു അതെങ്ങനെ ചിരിക്കുന്നതിനനുസരിച്ചാണോ? അതെ അതെ അതെ. 3 പേര് തിരിച്ചു കഴിഞ്ഞാൽ 50,000 കിട്ടും. 50,000 2 പേര് തിരിച്ചു കഴിഞ്ഞാൽ 15,000 കിട്ടും. അപ്പൊ അത് നമ്മള് ശരിക്കും പോയത് എന്റെ ഒരു കൂട്ടുകാരൻ വഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോയതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിറ്റ് ചെയ്തിട്ട് നീയും സ്കിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഫൺ സ്കിറ്റ് ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി ചേച്ചി സ്കിറ്റ് ഒക്കെ ചെയ്തത് കേട്ടപ്പോ. അപ്പൊ അത് എന്റെ ഫാമിലിയിലും അതെ, അവര് ഭയങ്കര ഇതായിട്ട് ഇങ്ങനൊന്നും ലാലിനെ കണ്ടില്ലല്ലോ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫസ്റ്റത്തെ സ്റ്റേജ് ആയിരുന്നു. അതാണ് ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടില്ല? ഇല്ല. എന്ത് തോന്നി സ്റ്റേജിൽ കയറിയപ്പോ? നല്ല രസമുണ്ടായിരുന്നു.
ചുറ്റുള്ളൊന്നും കാണാനില്ല, അതാണ് അതിന്റെ അവസ്ഥ. ഞാനൊരു തമാശ പ്രോഗ്രാം അല്ലേ എന്ന് വിചാരിച്ച് തമാശ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറ്റപ്പേരൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു, അതിൽ ക്ഷമ ചോദിക്കുന്നു. എന്താ കുറ്റപ്പേര് എന്താ പറഞ്ഞു? എനിക്കറിയണം എന്താ. വെപ്രാളിലാൽ എന്ന് അവള് പേരിട്ടു. ഇത് വെറുതെ എനിക്ക് യാതൊരു അല്ല, അത് ഞാൻ പറയാം. അതായത് അതിനകത്ത് സ്കിറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ അത് ഫസ്റ്റ് ഇവൻ തന്നെയാണ് ഈ ഡയലോഗ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ ഇത് കേട്ടാ വേറൊരാൾ ചിരിക്കുന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ. അല്ല വെപ്രാളിലല്ല, അതെന്താ കാരണം അങ്ങനെ പേര് വരാൻ? ഒന്നുമില്ല, ഇവള് വെറുതെ അങ്ങനെ പേരിട്ടു. വെപ്രാളുണ്ടല്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞുതരാം, അന്ന് സ്കിറ്റ് സമയത്ത് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് വെപ്രാളം പിടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ മൊത്തം ആ ചാറ്റ് ടൈം ഉണ്ട്, അതായത് സ്കിറ്റ് നടക്കണല്ലാണ്ട് ഇവരോട് സംസാരിക്കണ്ട നമ്മൾ. ആ ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാൻ അങ്ങനെ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അപ്പൊ ഇവര് ലാലിന് ഓൾറെഡി ഒരു വിരിവിരിപ്പ് ഉണ്ടോന്ന് ചോദിച്ചു. ഇവള് പറഞ്ഞു ഞങ്ങള് വെപ്രാളി ലാലിനെ വിളിക്കാന്ന്. അങ്ങനെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ ക്യാരക്ടർ ആയതാ ശരിക്കും. നീ ഒറ്റടുത്ത് അടുത്ത മഴവിൽ മനോരമയിലും എനിക്ക് അങ്ങനത്തെ പേര്, എന്റെ മറ്റേ പേരുകളൊക്കെ ഓക്കെ. അല്ല ഇപ്പൊ ഞാനാരാ അല്ല. അപ്പൊ ഇനി എന്നൊക്കെ ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാൻസ് ചെറുപ്പം മുതൽ പഠിച്ചിട്ടാണോ? അതാണ് ഞാൻ എന്റെ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോ എനിക്ക് അവരോട് ശരിക്കും ഒരു, നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഒരു അസൂയ എന്ന് പറയാം, അങ്ങനെ തോന്നുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്റ്റുഡിയോയിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കണം. അങ്ങനെ എനിക്ക് സത്യത്തിൽ തോന്നുന്നു. വലിച്ചു നീട്ടല്ലേ അതിങ്ങനെ തളർത്തരുത്. ആള് ക്വസ്റ്റ്യൻ ഞാൻ അതിലിങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ ആതിര പറയൂ, എങ്ങനെയാണ് ആതിര ഈ ഒരു ഡാൻസിനെ പെർസീവ് ചെയ്യുന്നത്? അല്ല, ഞാൻ സ്റ്റുഡിയോയിൽ ഉദ്ഘാടനം പറയാൻ അങ്ങനെ പറഞ്ഞില്ല. ഫസ്റ്റിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂ അല്ലേ, കറക്റ്റ് അല്ലെ? വിനീത അതല്ല, ലേഡി ഇന്റർവ്യൂ ഡാൻസർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഞങ്ങൾ ഇനി ഈ സ്റ്റുഡിയോ ഭയങ്കര സെറ്റപ്പിലേക്ക് എത്തിക്കൂലോ, അന്ന് ഇതിന്റെ ഇന്റീരിയർ ഭയങ്കര നന്നാക്കും. അപ്പൊ ഞങ്ങക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഫസ്റ്റ് വന്നത് വിനീതേട്ടനും പിന്നെ നമ്മുടെ ആതിര ചേച്ചിയോ എന്തോട്ട് ചേച്ചി സിനിമ ഡയലോഗുകളൊക്കെ എനിക്ക് ഓർമ്മ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡാൻസ് എങ്ങനെയാണ് പെർസ്യൂ ചെയ്യുന്നത്? ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം. അതിൽ ആധികാരികമായിട്ട് പറയാനുണ്ട്. അതെ, ഇത് ചെറുപ്പം തൊട്ട് അങ്ങനെ വലിയ എന്താ പറയാ കലാമണ്ഡലം, കാലടി സർവകലാശാല അവിടെ ഒന്നും പോയി പഠിച്ചല്ല. വീടിനടുത്ത് ഒരു ടീച്ചറെ അടുത്ത് പോയിട്ട് പഠിച്ചതാണ്. അതും 7ാം ക്ലാസ് തൊട്ടാണ് പഠിച്ചത്. സാധാരണ നമ്മൾ പറയാ ഡാൻസ് ഒക്കെ പഠിക്കുക 3 വയസ്സ് തൊട്ട് പഠിക്കണം എന്ന് പറയും. 3 വയസ്സ് തൊട്ട് എന്നെ വിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമ്മ പറഞ്ഞു ഫീസ് കൂടുതലാണ്, അപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു എന്തിനാ ഈ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോണേന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ടിവിയിൽ കാണുമ്പോഴും അത് കാണുമ്പോഴും ഇത് കാണുമ്പോഴും തുള്ളലാണ്, വീട്ടിൽ ഫുള്ള് തുള്ളലാണ്. അനിയത്തിക്കും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ അമ്മ പറയും, അമ്മ എന്ന് പറയുമ്പോ തിരുവാതിരക്കളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അമ്പലങ്ങളിലൊക്കെ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടാനായിട്ട്. പക്ഷെ ഞങ്ങളെ വിട്ടില്ല. എന്നിട്ട് 1, 2, 3, 4, 5 ഈ ക്ലാസ്സുകളിലൊക്കെ സ്കൂളിൽ കുട്ടികൾ ഡാൻസിനും പാട്ടിനൊക്കെ പോകുമ്പോ ഞങ്ങക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇങ്ങനെ പോവാനായിട്ട്. പക്ഷെ എനിക്ക് പോകാനുള്ള സ്കൂൾ ടൈമിൽ നല്ലവണ്ണം പരിപാടികൾ സ്റ്റേജിൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. സ്റ്റേജിൽ ചെയ്യുമ്പോ അവര് പറയും എന്താ പറയാ ബേസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വരൂ, അല്ലെങ്കിൽ ഭരതനാട്യം ചെയ്യൂ, അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊന്നും അറിയില്ല, ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ നമ്മളൊരു 7ലെത്തിയ നമുക്കൊരു വാശി വന്ന് തുടങ്ങൂല്ലോ, നമുക്കൊരു സ്റ്റേൺ ആയിട്ട് നിൽക്കാനുള്ളൊരു തുടങ്ങൂല്ലോ. അപ്പൊ പറയും അമ്മോട് ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം. സ്റ്റേജ് ഫിയർ പണ്ടേ ഇല്ല, സ്റ്റേജ് ഫിയർ ഒട്ടുമില്ല എനിക്ക്. എന്താ പറയാ ആൾക്കാരെ കാണുമ്പോഴൊരു മടിയുണ്ടല്ലോ സംസാരിക്കാനായിട്ട്, അത് ഒട്ടുമില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഈ വടിയുള്ളവന് എറിയാൻ അറിയില്ല എന്ന് പറയില്ലേ, അങ്ങനെയല്ലല്ലോ. കയ്യില് വടി കൊടുക്കരുത്, അതല്ലോ എറിയാൻ അല്ല ആദ്യം പറഞ്ഞത് അല്ല അതല്ല, അതായത് വടി കൊടുക്കില്ല അങ്ങനെയൊന്നല്ല. അല്ല, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടിയില്ല, വടി കൊടുക്കില്ല. എറിയാൻ വടിയുള്ളവന്റെ കയ്യിൽ എറിയാൻ ഓ അല്ലെങ്കിൽ എറിയാൻ അറിയുന്നവന് വടി കൊടുക്കില്ല. എക്സ്ക്യൂസ് മീ, വടിയും എറിയലൊക്കെ നിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് ഞാൻ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങി.
ഡാൻസ് പഠിപ്പിച്ചു. പിന്നെ നമ്മള് മനസ്സിലായി സംഭവം ഇതാണെന്ന് മനസ്സിലായി. പിന്നെ ടീച്ചേഴ്സ് സ്കൂളിലൊക്കെ പരിപാടികൾ വരുമ്പോ ചേർക്കും. ഇപ്പോഴും പ്രശ്നമായിരുന്നു സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐറ്റമിലൊക്കെ പങ്കെടുക്കാനായിട്ട് നല്ല പൈസ വരും. അതിനൊക്കെ നമുക്ക് വീട്ടിലൊന്നും അതിനൊന്നും സമ്മതിക്കില്ല. ഇത്ര പൈസയുള്ള പരിപാടിക്ക് പോവേ അങ്ങനെയൊന്നും അധികം വിട്ടില്ല. പിന്നെ എനിക്ക് പൊതുവെ ഉള്ളത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതിനൊക്കെ കൂടുതലും ഈ ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് കൂടുതൽ ഇന്നത്തെ കുട്ടികൾ നോക്കുക. ഈ തൃശ്ശൂർ ഭാഷ കൂടുതലായിട്ടും വരും. ഒരു സൗണ്ട് മാച്ച് ചെയ്യണ താരം അറിയോ? ഗായത്രി സുരേഷ് ഇല്ലേ? പറയും. അതെ, ഇങ്ങനെ ഇടകേറി പറയുമ്പോ മറന്നു പറയണ്ടേ. അപ്പൊ അല്ല, അങ്ങനെ പോകുമ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അത് മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് പോകുന്നത്, കലയോട് ഒരു ഇഷ്ടം കൂടിയിട്ടല്ല പോകുന്നത്. എനിക്ക് പൊതുവെ അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്റ്റേറ്റിൽ പോവാ, ഡിസ്ട്രിക്റ്റിൽ പോവാ, ഇതിനൊന്നും വലിയ വാശി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതിലുള്ള കഴിവ് വെച്ചിട്ട് നമ്മൾ എവിടെയാന്ന് വെച്ചാൽ പെർഫോം ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്റ്റേജിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യും. പിന്നെ അതിനുശേഷം ഇപ്പൊ അത്യാവശ്യം കുറച്ചും കൂടി നല്ല നല്ല സ്റ്റേജസ് കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ ആങ്കറിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങള് കൗണ്ടർ പറയണതോ? ഭാഷ കാരണം, തൃശ്ശൂർ ഭാഷ കാരണം എന്തെങ്കിലും വല്ല അവസരങ്ങൾ റിജക്ട് ആയി പോയിട്ടുണ്ട്? ഇഷ്ടം പോലെ. എനിക്കതായിരുന്നു പ്രശ്നം. ഇഷ്ടം പോലെ അവസരങ്ങൾ മാത്രല്ല, അവസരങ്ങൾ മാത്രല്ല, അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട്, അതായത് തളർത്തുക എന്ന് പറയില്ലേ, ഒരു എന്താ പറയാ, നമ്മളൊരു ലോക്കൽ സ്ലാങ് ആണ് അങ്ങനെ. അതായത് എറണാകുളത്തുള്ള കുട്ടികളും അതുപോലെ കോട്ടയം ആ ഭാഗത്തേക്കുള്ള അവര് പറയുമ്പോ ഭയങ്കര സ്ലോയില് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാ പറയാ. എന്തുവാടി ഇങ്ങനെ പറയുന്നേ, ഇങ്ങനെയൊന്നും പറയാൻ പാടത്തില്ല, അങ്ങനെയൊക്കെ പറയും. നീ എന്നിട്ട് പറയണേ, അതാണ് നമ്മള് പറയാ. അപ്പൊ നമ്മള് പറയുമ്പോ ഇവരെന്തിട്ട് ഈ പറയണേ, അതായത് നമ്മൾ ഇത്ര സ്പീഡിൽ പറയുമ്പോ നമ്മളെ കളിയാക്കും. നമ്മുടെ ഇപ്പൊ ഞാൻ എറണാകുളത്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് ഈ സെലിബ്രിറ്റീസിന്റെ കൂടെ ഒക്കെ. അവിടെ വരുന്ന കുട്ടികളൊക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള കുട്ടികളാണ്. പത്തനംതിട്ട, ട്രിവാൻഡ്രം, അതുപോലെ കോട്ടയം, കൊല്ലം, പിന്നെ കണ്ണൂര്, വയനാട് ആ ഭാഗത്തു നിന്നുള്ളവരൊക്കെ. അപ്പൊ കൂടുതലായിട്ടും എന്റെ ഒരു സ്ലാങ് അവർക്ക് ഇഷ്ടമാണ്, കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഇങ്ങനെ പറയും, ഓ നീ ഭയങ്കര നാടൻ ലെവലാണ്, നാടൻ ഭാഷയാണ് നിങ്ങളുടെ, അതുപോലെ തള്ള വൈബാണ് നമ്മള്. തൃശ്ശൂർ എന്റെ ഇരിങ്ങാലക്കുട തള്ള വൈബാണ്, ആ ഒരു ടൈപ്പ്. കാരണം നമ്മള് തൃശ്ശൂരുള്ളവർ കൂടുതലും ഒരു എന്താ പറയാ, നമുക്ക് ഈ കൾച്ചർ എന്ന് പറയുമ്പോ അതായിരിക്കും, ഒരു നാടൻ ടൈപ്പാണ്, എല്ലാം ഒതുക്കി കൂട്ടി ഒരു വെസ്റ്റേണിലേക്ക് പോവില്ല കൂടുതലും. അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ഇനി പ്രൊഫഷൻ അറിയണമെന്നുണ്ട്. കാരണം അന്ന് എന്നെ ഇതുപോലെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഞെട്ടിച്ച കാര്യമാണ് അല്ലെ, ജോലി എന്ന് പറയുന്നതിനെ വളരെ ടൈറ്റ് ആയിട്ട് മുറുക്കെ പിടിച്ചുകൊണ്ട് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യും. അതൊന്നും പറയാം പ്ലീസ്. ജോലി എന്ന് പറയുമ്പോൾ ജോലി അതെ ജോലിയെ കുറിച്ച് ആലോചിക്കുമ്പോ ഭയങ്കര പേടിയുണ്ട്. ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ നല്ല പേടിയില്ല. അതെ, കഴിവുള്ളവരാണ് പേടിക്കേണ്ടത്. കഴിവില്ലാത്ത എനിക്ക് പോലും പേടിയില്ല. കഴിവില്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയോ, ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കണവരെ എപ്പോഴും പേടിക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോ ഒട്ടും പഠിക്കാത്തവരും നല്ലോണം പഠിച്ചവരും ഒരു കുഴപ്പമുണ്ടാവില്ല, ഇതിന്റെ ഇടയിൽ നിൽക്കണവരുണ്ടാവും. അല്ലെങ്കിൽ എന്റെ അഭിപ്രായം അതാ, ആവറേജ് സ്റ്റുഡൻസ് ആണ് ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. ലാസ്റ്റ് ബെഞ്ചർ വിജയിച്ചു കയറും, ഫസ്റ്റ് ബെഞ്ചറും പഠിച്ചു കയറും, ഇടയിലുള്ളവർ പെടും. അയ്യോ, അവർക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓവർകം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആതിര എന്നുള്ളത് ഈ ഒരു ഡയലോഗിൽ ഞാൻ മനസ്സിലാക്കി. കഷ്ടപ്പാടായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും ഒരാളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല. നമ്മളങ്ങടെ എൻജോയ് ചെയ്ത് നടക്കും, അത്രേ ഉള്ളൂ. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഫാമിലീസിന് പോലും അറിയില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പാർട്ട്നേഴ്സിന് അറിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയായിരിക്കും, അല്ലാണ്ട് ഒരാൾക്കും അറിയില്ല എന്താ കഷ്ടപ്പാട്. ഇപ്പൊ ഞാൻ വന്നിങ്ങനെ പറയുന്നുണ്ട്, എനിക്കുള്ളിൽ കുറെ വിഷമങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ വിഷമത്തിന്റെ എപ്പിസോഡ് അടുത്തത് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. നല്ല വിഷമം വരുമ്പോ നല്ലോണം ചോറിനും പപ്പടം കച്ചും സാമ്പാർ കത്തിക്കുക അങ്ങനത്തെ പരിപാടി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എന്റെ പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ BSc സുവോളജി ആണ്, അതുപോലെ ടീച്ചറാണ്. TTC കഴിഞ്ഞ് 7th വരെ പഠിപ്പിക്കും. ഞാൻ ടീച്ചറാണ്. ഒരു 3 വർഷം സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും അതുപോലെ 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും.
ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്, അധ്യാപികയാണ് ഞാൻ. ഇന്നലെ ജിമ്മിൽ പോയപ്പോ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇത്രയും വലിയ. എത്ര നാളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്? 1 മാസമായി. 1 മാസം. ഞങ്ങക്ക് 10 ദിവസം കൂടുതൽ പോകാൻ പറ്റില്ല അടുപ്പിച്ച്. പക്ഷെ 5-6 വട്ടം പോയിട്ടുണ്ട്. അതല്ല നമുക്ക് തോന്നി. ശരിക്കും അതിന് കൂടുതൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? 10 വെച്ചിട്ട് 4-5 വട്ടം. അതല്ല, നമുക്ക് ഒരു ടൈം ഓഫ് പീരീഡിൽ തോന്നും പോണം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുവരെ പോയിരുന്നു, വെറുതെ പോയതാ. അവിടെ പോയി കുറെ ചേട്ടന്മാരെയൊക്കെ വായി നോക്കി പോന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടിട്ട് പോണം. ഫീസ് കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഫീസ് ഇടയ്ക്കൊക്കെ കൊടുക്കുള്ളൂ, അത് കുഴപ്പമില്ല. അതെവിടെ സ്ഥലം? ഈശ്വര, അവന് നല്ല സ്പെഷ്യൽ ടാഗ് ചെയ്യണം. RH ഫിറ്റ്നസ് ആണ് ഞാൻ പോകുന്ന ആ ഒരു ജിം. എല്ലാരും വന്നോളൂ അങ്ങോട്ട്, നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയാന്ന് ഞാൻ മാത്രം പറയില്ല. പൈസ ഉണ്ടാവുമ്പോ കൊടുത്താ മതി. അയ്യോ അങ്ങനെ പറയരുത്, സൗണ്ട് അടഞ്ഞിരിക്കട്ടാ. ഇപ്പൊ നെസ്റ്റോല് ഷൂട്ട് കഴിഞ്ഞിട്ടല്ലോ, അത് കാരണം. പിന്നെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ അടുത്ത ഷെഡ്യൂളിന് അത് സ്ട്രെയിൻ വരാറുണ്ടോ? അടുത്തതിലേക്ക് മാറുമ്പോ കൺസെപ്റ്റ് കുറെ മാറൂലോ? അടുത്ത ഷൂട്ട് വേറെ മോഡലായിരിക്കും. ഒരു കാര്യം വരികയാണെങ്കിൽ ഇപ്പൊ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത സ്കെഡ്യൂൾ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചിലപ്പോ ഡാൻസ് ക്ലാസ്സിലേക്ക് ആയിരിക്കും പോവാ. അപ്പൊ ഇത് ആങ്കറിങ് കഴിഞ്ഞാൽ നേരെ ഡാൻസ് ക്ലാസ്. അതാണ് ഒരു ഡേനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതെ എനിക്ക് പ്രശ്നം. എനിക്ക് എന്തോ ഒരു DM വരുന്നറിയ ഇൻസ്റ്റഗ്രാമില്. ഹസ്ബൻഡ് നല്ലൊരു സൽഗുണ സമ്പന്നനാണ്, കാണുന്നൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറയണ. അദ്ദേഹം ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഈ തലതെറിച്ച പോലെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ഉണ്ടായാലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോ പിന്നെ ഇഷ്യൂസ് ഒക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതും വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആള് പറഞ്ഞ നേരെ എന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കും, ആള് മിണ്ടില്ല. അതായത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലാ, ഒന്നും മിണ്ടില്ല. എന്നാലോചിച്ച് നോക്കി എന്റെ ഒരു അവസ്ഥ. അതെ, ഇങ്ങനെ വന്നാലല്ലേ സൗണ്ട് വരുള്ളൂ. അതൊക്കെയാണ് വിശേഷം. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകള്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ടാലന്റ് എന്താണ്, അവരുടെ പാഷൻ എന്താണ്, പ്രൊഫഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതുണ്ടായിരുന്നു. നമുക്ക് ഗെയിംസ് സെഗ്മെന്റ് നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞങ്ങള് ജിമ്മിൽ പോണോ? ജിമ്മിൽ പോണ്ടോ? അതെ പറഞ്ഞേ, 10 ദിവസം 3 ദിവസം ഭയങ്കര ലെഗ് ഡേ ഒക്കെ വന്നാണല്ലോ, അടിപൊളി. അതാ പറയണത്, വയ്യാണ്ടാവുക നീ. പിന്നെ അപ്പൊ ക്ഷീണമുണ്ട്, നല്ല വിഷമുണ്ട്. അതുണ്ട്. ഒരു 7 o'clock ഫുഡ് കഴിച്ച് രാവിലെ ആവുമ്പോഴേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. ഞാൻ അങ്ങനെ ചെയ്യില്ല, വെള്ളം കുടിക്കും, അങ്ങനെ. അപ്പോൾ ഇനിയും ഇതുപോലെ നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി സെഗ്മെന്റുകളുമായിട്ട് വീണ്ടും കാണാം. ആതിരയാണ് ഇന്നത്തെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ലേഡിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിയലി അത് ഉള്ളെന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് തന്നെയാണ് ഇന്ന് സെഗ്മെന്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ SM ബ്രാൻഡിംഗ് സ്റ്റുഡിയോയുടെ ഒരു ഭാഗമായി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വന്നതിന് കോ ആങ്കർ ലാൽ പോളി, താങ്ക് യു. ആൻഡ് ആതിര, താങ്ക് യു സോ മച്ച് ഫോർ ദ ഡേ.